നമസ്കാരം. പാലക്കാട് കൊല്ലങ്കോട് വാഴപ്പുഴയ്ക്ക് സമീപം ചേകോലിൽ കമ്പിവേലിയിൽ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടിയ പുലി ചത്തു. 5 വയസ്സോളം പ്രായം തോന്നിക്കുന്ന പുലിയാണിത്. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്ന നിഗമനം. വനംവകുപ്പ് വെറ്ററിനറി സർജൻ ഡോക്ടർ ഡേവിസ് എബ്രഹാമിന്റെ നേതൃത്വത്തിലാണ് കമ്പിവേലിയിൽ കുടുങ്ങിയ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടിയത്. പുലിയുടെ ആന്തരിക അവയവങ്ങൾക്ക് പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കാനായി നാളെ പോസ്റ്റ്മോർട്ടം നടത്തും. മയക്കുവെടി വെച്ച് പുലിയെ 10 മിനിറ്റിന് ശേഷം പ്രത്യേക ഇരുമ്പ് കൂട്ടിലേക്ക് വനപാലകർ മാറ്റിയിരുന്നു. പുലിയുടെ ഇടുപ്പിന് ഭാഗമാണ് കമ്പിവേലിയിൽ കുടുങ്ങിയത്. പുലിയുടെ ആരോഗ്യസ്ഥിതി മെച്ചമായിരുന്നെങ്കിൽ ധോണിയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു തീരുമാനം. ഇതിനിടയിൽ പുലിയെ നിരീക്ഷിച്ച് വരുന്നതിനിടയിലാണ് പുലി ചത്തത്. പുലർച്ചെ 3:30യോടെയാണ് കൊല്ലങ്കോട് വാഴപ്പുഴയ്ക്ക് സമീപം ചേകോലിൽ കമ്പിവേലിയിൽ കുടുങ്ങിയ നിലയിൽ പുലിയെ കണ്ടെത്തിയത്. പുലിയെ കൂട്ടിലാക്കുന്നതിനായി വെച്ച മയക്കുവെടി ശരീരത്തിൽ തട്ടി തെറിച്ചു പോയിരുന്നു. അതിനാൽ തന്നെ മരുന്ന് വളരെ കുറച്ച് മാത്രമേ പുലിയുടെ ശരീരത്തിൽ കയറിയിരുന്നുള്ളൂ. ഏറെ നേരം കമ്പിവേലിയിൽ തൂങ്ങിക്കിടന്നതിനാൽ ആന്തരിക അവയവങ്ങളുടെ തകരാറായിരിക്കും പുലി ചത്തതിന് കാരണമെന്നാണ് നിഗമനം. പുലിക്ക് കാലിലും വാലിലും വയറിലും കമ്പിവേലിയിൽ കുടുങ്ങി പരിക്കേറ്റിരുന്നു. പ്രദേശവാസിയായ പരമേശ്വരനാണ് പുലിയെ ആദ്യം കാണുന്നത്. ഉടൻ തന്നെ വിവരം വനംവകുപ്പിനെ അറിയിക്കുകയായിരുന്നു. 12:15ഓടെ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടി. പുലിക്ക് 5 വയസ്സ് പ്രായമുണ്ടെന്നും ചെറിയ പരിക്കുണ്ടെന്നുമായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക നിഗമനം. 2 വർഷമായി പുലിശല്യം വ്യാപകമായ പ്രദേശമാണിത്. 3 മാസം മുമ്പ് കാറിൽ പോവുകയായിരുന്ന ആളുടെ സമീപത്തേക്ക് പുലി പാഞ്ഞെടുത്തിരുന്നു. പശുക്കളെയും നായ്ക്കളെയും പുലി പിടികൂടാറുണ്ട്. മുമ്പ് കമ്പിയിൽ കുടുങ്ങിയ പുലിയെ വനംവകുപ്പ് പിടികൂടി ജനവാസ മേഖലയിൽ നിന്ന് നീക്കിയിരുന്നു. മയക്കുവെടി വെക്കാതെ പുലിയെ പിടികൂടാനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ പുലി അക്രമാസക്തമായതിനാൽ തീരുമാനം മാറ്റിയായിരുന്നു. 2 വർഷത്തോളമായി വന്യമൃഗശല്യമുള്ള സ്ഥലമാണ് ഇതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതേസമയം മയക്കുവെടി വെച്ച് പിടികൂടിയ വന്യമൃഗങ്ങൾ ചാകുന്നത് ഇതിനു മുൻപ് സംഭവിച്ചിട്ടുള്ളതാണ്. മാർച്ചിൽ കണ്ണൂർ കേളകം അടയ്ക്കാത്തോടിൽ മയക്കുവെടി വെച്ച് പിടികൂടിയ കടുവയും സമാനമായ രീതിയിൽ ചത്തിരുന്നു. ജനവാസ മേഖലയിൽ ഇറങ്ങി ദിവസങ്ങളോളം അടയ്ക്കാത്തോട് മേഖലയിൽ വിറപ്പിച്ച കടുവയെ കരിയങ്കാപ്പിലെ കൃഷിയിടത്തിൽ നിന്ന് വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടുകയായിരുന്നു. ഏറെ നാളുകളായി ജനവാസ മേഖലയിൽ തന്നെ തുടരുകയായിരുന്നു ഈ കടുവ. വീടുകളിലെ വളർത്തുനായ്ക്കളെ കടുവ പിടികൂടുന്നതും സ്ഥിരം സംഭവമായിരുന്നു. പലയിടങ്ങളിലും നിരോധനാജ്ഞ പ്രഖ്യാപിക്കേണ്ട അവസ്ഥയും ഉണ്ടായിരുന്നു. മാർച്ച് 12-നായിരുന്നു അടയ്ക്കാത്തോട് വാളമുക്കിൽ റോഡിൽ ആദ്യമായി കടുവയെ കണ്ടത്. 17-ന് നടത്തിയ തിരച്ചിലിൽ കൃഷിയിടത്തിലെ തോട്ടിൽ കടുവയെ കണ്ടെത്തിയെങ്കിലും മയക്കുവെടി വെക്കാൻ ആളെത്തിയപ്പോഴേക്കും സന്ധ്യയായതിനാൽ ഒന്നും ചെയ്യാനായിരുന്നില്ല. ഇതിനിടെ കടുവയെ കാണാതായി. രോഷാകുലരായ നാട്ടുകാർ ഡിവിഷണൽ വനം ഓഫീസർ അടക്കമുള്ളവരെ മണിക്കൂറോളം തടഞ്ഞു വെച്ച സംഭവമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് 3 കൂടുകളും പിന്നീട് ക്യാമറയും സ്ഥാപിച്ചു. ഇതിനിടെ പലയിടത്തും കടുവയെ കണ്ടെങ്കിലും പിടികൂടാൻ സാധിച്ചിരുന്നില്ല. കടുവ കൂട്ടിലായത് പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസവും നൽകിയിരുന്നു. കൂടാതെ മാനന്തവാടിയിലും ഇതേ രീതിയിൽ പിടികൂടിയ തണ്ണീർക്കൊമ്പൻ എന്ന ആന ചരിഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. മയക്കുവെടിയേറ്റ ആനയെ രാത്രി 10:30യോടെ ബന്ദിപ്പൂരിലെ രാമപുരം ആന ക്യാമ്പിൽ എത്തിച്ചിരുന്നു. 2 തവണയായിരുന്നു ഈ ആനയെ മയക്കുവെടി വെച്ചത്. വെടിയേറ്റ ആന അവശ്യ നിലയിലായിരുന്നു. ആനയുടെ കാലിന് പരിക്കുള്ളതായി കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. 12 മണിക്കൂറോളം മാനന്തവാടിയിൽ ചുറ്റിക്കറങ്ങിയ ആനയെ 4.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലായിരുന്നു മയക്കുവെടി വെച്ച് പിടികൂടാൻ സാധിച്ചത്. 2 വട്ടം മയക്കുവെടി വെച്ചതിന് ശേഷം ബൂസ്റ്റർ ഡോസ് ആയിരുന്നു നൽകിയത്. കർണാടകയിൽ നിന്ന് പിടികൂടി ബന്ദിപ്പൂർ വനാതിർത്തിയായ മുലഹള്ളയിൽ തുറന്നുവിട്ട ആനയായിരുന്നു മാനന്തവാടി ടൗണിൽ ഇറങ്ങി ഭീഷണി സൃഷ്ടിച്ചത്. ജനവാസ മേഖലയിൽ ഇറങ്ങി നടന്നതോടെ മാനന്തവാടിയിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു.